വില്യാപ്പള്ളിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് രാധാകൃഷ്ണൻ കാവിൽ ഉദ്ഘാടനം ചെയ്തു. വില്യാപ്പള്ളി ടൗണിലെ ഗുരുതരമായ മാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് രാധാകൃഷ്ണൻ കാവിൽ പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വില്യാപ്പള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണം നടത്തിയവർക്കെതിരെയും കക്കൂസ് മാലിന്യങ്ങൾ പൊതു ഓവുചാലിൽ ഒഴുക്കിയവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വില്യാപ്പള്ളി ടൗണിൽ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്നത് കൊണ്ട് കൊതുകുകൾ പെറ്റുപെരുകുന്നു. മലമ്പനി പോലെ ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങളുടെ കേന്ദ്രബിന്ദുവായി ഈ പ്രദേശം മാറുന്നു. ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ കഴുതകളായി കണ്ടുകൊണ്ട് ആണ് ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സച്ചിദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തുടർച്ചയായ ഭരണം ഈ പഞ്ചായത്തിലെ ഭരണക്കാരെയും ദുഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP ബിജു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ടി ഭാസ്കരൻ, MP വിദ്യാധരൻ, NB പ്രകാശ് കുമാർ, N ശങ്കരൻ, V മുരളീധരൻ, പാറേമൽ ബാബു, ഹരിദാസ് VP, പടിയുള്ളതിൽ സുരേഷ്, VK ബാലൻ, അനിൽകുമാർ കൊളത്തൂർ, PP രാജീവ്, അപർണ K എന്നിവർ പ്രസംഗിച്ചു. ഈ വിഷയം നമുക്കറിയാം. വില്യാപ്പള്ളി ടൗണിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അതിനുശേഷം സർവകക്ഷിയും അതേപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളും ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിനൊരു പരിഹാരത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പത്രങ്ങളിലൂടെ അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. അത്തരം രീതിയിൽ പോലും അങ്ങനെ പുറത്തു വന്നിട്ട് പോലും എന്തിനാണ് ഈ സമരം എന്നുള്ള ചോദ്യം ചില ആളുകളുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ആദ്യത്തെ സംഭവമല്ല. 1.5 വർഷം മുമ്പ് ഇതേപോലുള്ളൊരു വിഷയം വില്യാപ്പള്ളി ടൗണിൽ ഉണ്ടായിരുന്നു. വില്യാപ്പള്ളി ടൗണിലെ കെട്ടിടത്ത് നിന്ന് മാലിന്യം പുറത്തേക്ക് വന്നപ്പോൾ ഈ പ്രദേശത്തെ കച്ചവടക്കാരും സാധാരണ ജനങ്ങളും അതേപോലെ തന്നെ കാർത്തികപ്പള്ളി അടക്കമുള്ള പ്രദേശത്തിലെ പൊതുജനങ്ങളൊക്കെ തന്നെ അന്ന് പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ പഞ്ചായത്ത് വളരെ കൃത്യമായി ചില ഉറപ്പുകൾ ആ പ്രദേശത്തെ ആളുകൾക്കും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും പൊതുസമൂഹത്തോട് പറഞ്ഞതാണ്. അന്ന് അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും 1.5 വർഷം കഴിഞ്ഞിട്ട് പോലും വില്യാപ്പള്ളി ടൗണിലെ മാലിന്യ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ സർവകക്ഷി തീരുമാനത്തെ സംശയത്തോടു കൂടിയോ ഒരുപക്ഷെ അത് കൃത്യമായി പാലിക്കപ്പെടുന്നതിനൊരു സന്ദേഹത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്.